വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 5. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, അയൽക്കാരെ സ്നേഹിക്കുക, ശത്രുക്കളെ ദ്വേഷിക്കുക എന്ന് പറയപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അതുപോലെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അതുതന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. മലമുകളിലെ യേശുവിൻ്റെ പ്രസംഗത്തിൻ്റെ ഇടയിൽ യേശു ഒരു ജനതയെ മുഴുവനും വീണ്ടെടുപ്പിൻ്റെ വലിയ കൃപയിലേക്ക് നയിക്കുന്ന അനുഭവമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഇന്നലെ വരെ അവർ കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ പഠനങ്ങളാണ് ക്രിസ്തുവിൽ നിന്നുണ്ടാവുക. യേശു എല്ലാവരോടും ക്ഷമിക്കുവാൻ, എല്ലാവരോടും കരുണ കാണിക്കുവാൻ, ആരോടും ശത്രുതയില്ലാതെ ജീവിക്കുവാൻ, സ്നേഹത്തിൽ സാന്ത്വനത്തിൽ വർദ്ധിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നു. നാം ക്ഷമിക്കുക മാത്രം ചെയ്താൽ പോരാ, ശത്രുക്കളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. അത് ഇന്നലെ വരെ ആ ജനത കേട്ട് അറിഞ്ഞിട്ടുള്ള പഠനങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ദൈവത്തിൻ്റെ മനസ്സ് നമുക്കുണ്ടാകണമെന്ന് ഇന്നത്തെ സുവിശേഷം ഓർപ്പെടുത്തുന്നു. ദൈവം ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും അവിടുന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നു. അവിടുന്ന് മഴയും മഞ്ഞും കാറ്റും തണലും നമുക്ക് നൽകുന്നു. അവിടെ നമ്മുടെ കുറവുകൾ നോക്കാതെ അവിടുന്ന് നമ്മോട് കരുണ കാണിക്കുന്നു. അതുപോലെ നാമും മറ്റുള്ളവർ എപ്രകാരമായിരിക്കുന്നു എന്ന് ചിന്തിക്കാതെ ദൈവത്തെ പ്രതി അവരോട് ക്ഷമിക്കുവാൻ, മാപ്പ് ചോദിക്കുവാൻ, കരുണയാചിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. നാം ദൈവതിരുസന്നിധിയിൽ നീതിമാന്മാരായി രൂപാന്തരപ്പെടുക നമുക്ക് ഈ ഭൂമിയിൽ ശത്രുക്കളില്ലാതിരിക്കുമ്പോഴാണ്, നാം മറ്റുള്ളവരെ ശത്രുക്കളായി കരുതാതിരിക്കുമ്പോഴാണ്. ഒരു നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ ആത്മീയത ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ ക്രിസ്തു നമ്മെ ക്ഷണിക്കുകയാണ്. ഈ ഭൂമിയിൽ നമുക്ക് മറ്റാരെ പ്രതിയും പൊറുക്കുവാൻ കഴിയില്ല. ക്രിസ്തുവിനെ പ്രതി മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ എല്ലാവരോടും പൊറുക്കുവാൻ കഴിയൂ. ക്രിസ്തു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ആത്മീയതയും ഇത് തന്നെയാണ്. അവിടുന്ന് നമ്മെ സ്നേഹിച്ചതുപോലെ, ക്ഷമിച്ചതുപോലെ, പൊറുത്തതുപോലെ നാമും ഹൃദയപൂർവ്വം പൊറുക്കണം. ആരെയും ശത്രുവായി കരുതാതിരിക്കുവാൻ, എല്ലാവരെയും ദൈവമക്കളായി കാണാൻ, എല്ലാവരിലും നന്മയുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള വലിയൊരു ആത്മീയ കൃപയാണ് സുവിശേഷം തരിക. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. സത്യത്തിൽ ഇത് ദൈവമക്കൾക്കുള്ള ഏറ്റവും വലിയ അവകാശമായി ക്രിസ്തു നൽകുന്ന കൃപയാണ്. ദൈവത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും പരിപൂർണൻ ആയിരിക്കുന്ന പോലെ മനുഷ്യരായ നമ്മൾ നമ്മുടെ രൂപത്തിലും ഭാവത്തിലും പരിപൂർണരായിരിക്കണം. കാരണം എന്തെന്നോ, മാലാഖമാരിൽ നിന്ന് അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ട മഹത്വവും തേജസ്സും കൃപയും സമൃദ്ധമായി നൽകപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മൾ മനുഷ്യർ. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ ഈ ഭൂമിയിൽ മറ്റെല്ലാ ജീവജാലങ്ങളെക്കാൾ ദൈവത്തിരുമുമ്പിൽ കടപ്പെട്ടവരും ദൈവത്തിരുമുമ്പിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടവരുമാണ്. അതുകൊണ്ട് തന്നെ നാം പരിപൂർണതയിൽ ജീവിക്കുവാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നാം അപ്രകാരം പരിശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുകയും അങ്ങനെ നമ്മൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മക്കളായി രൂപാന്തരപ്പെടുവാൻ കൃപ ചൊരിയുകയും ചെയ്യും. ശത്രുക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സിലേക്ക് വളരാൻ കൃപയും കരുണയും നൽകണമേ എന്ന് ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.